വാസുവേ, നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. അല്ല, കാര്യം ഏറെക്കുറെ നിനക്കും അറിയാവുന്നതേ ഉള്ളൂ. രാമൻകുട്ടി കുറച്ച് ദിവസമായി എന്നോടിത് പറയും. ഉഷയുടെ കാര്യത്തിൽ അവനൊരു ആഗ്രഹം. ഉഷയ്ക്കും അത് സമ്മതാകാനേ തരവുള്ളൂ. ഉഷയ്ക്ക് ആലോചിക്കാനും പറയാനും ഗീതയും പിന്നെ നീയുമല്ലേ ഉള്ളൂ. നീ തന്നെ മുൻകൈയെടുത്ത് അത് നടന്നു. രാമൻകുട്ടി നാട്ടിലെങ്കിൽ വേറെ ആണുങ്ങളെ കിട്ടാനിട്ടുണ്ട്. ഉഷയുടെ കാര്യം എപ്പോഴും അങ്ങനെയാന്നൊക്കെ ഞാനാണ് ഉള്ള ലോഹ്യം കളഞ്ഞു വിളിക്കാതെ ആശാശന്റെ പാടുന്നു. നല്ലൊരു കാര്യം പറയുമ്പോ ഇടങ്കേടി നിൽക്കുന്ന എന്താണ്? അവർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ പിന്നെ നിനക്കെന്താ? അനിയത്തിയല്ലേ, വേറെ ആരും ഇല്ലാത്തതല്ലേ എന്ന് കരുതി വീട്ടിൽ നിർത്തി പോറ്റുമ്പോ അവർക്ക് ഇഷ്ടം കൂടെ ആ നാറി മാത്രമേ കിട്ടിയുള്ളൂ. എന്നിട്ട് എന്റെ കുറ്റം കുറവും അവന്റെ അടുത്ത് നിന്ന് വിസ്തരിക്കുന്നു. എന്റെ സ്വഭാവം അവർക്കൊക്കെ അറിയാഞ്ഞിട്ടാ. ഉഷേ ഗീതയുടെ അനിയത്തിയ, എതിർക്കാനും നടത്തിക്കില്ല എന്ന് പറയാനും നീ ആരാടാ? ആശാനൊന്നും പറയണ്ട, എനിക്ക് ഇഷ്ടമല്ല. തുടക്കത്തിലെ ഞാൻ എതിർത്തതാ, ഇനി എതിർക്കാൻ തന്നെയാ ഭാവം. ഗീതയുടെ ഡോക്ടറെ കാണാൻ പോയതാ. ഉഷേ, ഒരു കാര്യം പറഞ്ഞേക്കാം. നീ കൂനൂരുകിടന്ന് അഴിഞ്ഞാടിയ കഥ എല്ലാവർക്കും അറിയാം. ഇവിടെ ഏതാ ഭാവം എന്ന് വെച്ചാല് എന്റെ മട്ട് മാറും. എനിക്ക് ഇവിടെ മാനമര്യാദയായിട്ട് കഴിയണം. ഇവിടെ താമസിച്ച് എന്റെ ചോര കൊണ്ടുകൊണ്ട് കണ്ടവന്റെ കൂടെ കൂത്താടാൻ പറ്റില്ല എന്ന് മനസ്സിലാവുന്നുണ്ടോ? ആ തന്തയുടെ അല്ലേ എനം പലരെ പഠിപ്പിച്ച കാശ് കൊണ്ട് മക്കളെ വളർത്തിയ ആ പാരമ്പര്യമല്ലേ കാണിക്കൂ. അനാവശ്യം പറയരുത്. നിന്റെ ചാട്ടു വിളക്കൊന്നും എന്റെ അടുത്ത് വേണ്ട, പറഞ്ഞേക്കാം. മേലാളി പഠിക്ക് പുറത്തിറങ്ങുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മേ, എന്താണ് അമ്മേ, ആ ശങ്കരപ്പിള്ള പറഞ്ഞ കുട്ടിയുടെ കാര്യമൊന്നും ആലോചിക്കണ്ട. ആലോചിക്കാണ്ട് പിന്നെ ഞാനൊരു കുട്ടിയെ അമ്മ അറിയും, അമ്മയ്ക്ക് ഇഷ്ടമാണ്. ഉഷ, എടാ ചെറുക്ക, നിന്നെ 10 മാസം വയറ്റിലിട്ട് പെറ്റി വളർത്തിയോളാം ഞാൻ. എടാ, നീ വാല് പൊക്കുമ്പോഴേ അറിയാം എന്തിനാന്ന്. ഒരു കാര്യവുമില്ലാതെ അന്ന് ആ പെണ്ണിനെ ഇവിടൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും തോന്നിയ മാസത്തിനാ പുറപ്പാടെന്ന്. അതേ, എന്റെ മോൻ ആ പൂതി അങ്ങ് മുളയിലേ നുള്ളിയാര്. ഈ അമ്മ കണ്ട നാട്ടിലൊക്കെ ഒറ്റയ്ക്ക് കഴിഞ്ഞ പെണ്ണ. ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു. മേലാലിങ്ങനെ വല്ല തോന്നിയവാസം എഴുന്നള്ളിച്ചിട്ടുണ്ടെങ്കിൽ ചെവി ഞാൻ പൊന്നാക്കും. അമ്മ ഇത് സമ്മതിച്ചില്ലെങ്കിൽ നീ എന്താ അവളെ വിളിച്ചോണ്ടെങ്കിൽ പോരും? ഞാൻ ചത്തുകളെ. ചത്തോടാ, അച്ഛനില്ലാത്ത നിന്നെ ഒരു കുറവ് അറിയിക്കാതെ ഇത്രയും നാള് വളർത്തിയില്ലയോ? എന്നെക്കാളും വലുത് ഇന്നലെ നിന്നെ നോക്കി ഇളിച്ച ഒരു പെണ്ണാണെന്ന് വെച്ചാ പിന്നെ നീയൊക്കെ ജീവിച്ചിരിക്കുന്നത് എന്തിനാ? ചത്തോ? സത്യമായിട്ട് ഞാൻ ചത്തുകളെ. പോയി ചത്തോടാ. അമ്മയുടെ മോന്നടാ ഞാനും. എനിക്ക് വേണ്ടി വാശി. ചാവെന്ന് പറഞ്ഞാൽ ചാവും. ആരാ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞത്? ചത്ത തൊലഞ്ഞോടാ. ഇപ്പൊ കാണിച്ചതാ ഞാൻ. ഈ മുറിയില് ഈ വളയത്തിൽ കെട്ടിത്തൂക്കി ചാവും ഞാൻ. ജീവിച്ചിരുന്നിട്ട് പെറ്റ തള്ളയ്ക്ക് പോലും ഗുണമില്ലാത്തവൻ എങ്ങനെ ചത്താലെന്താ? കോളം ചെറുതായിട്ട് നോക്കിക്കോ. കയറ് കിട്ടി. ഇനി സ്റ്റൂള് വേണം, അതുകൂടെ ഉണ്ട്.
നല്ല ബലമുള്ള കയറാ. തൂങ്ങിയ 1 മിനിറ്റ് തികച്ചു വേണ്ട. ഞാൻ കയറി തൂങ്ങി പിടഞ്ഞു മരിക്കുന്നത് എന്റെ അമ്മ കാണണം. അങ്ങനെ ഇപ്പൊ എന്റെ അമ്മ സന്തോഷിക്കണ്ട. ഒറ്റ മോനല്ല ഞാൻ. ആയുസിൽ ആദ്യമായിട്ട് ആഗ്രഹം പറഞ്ഞിട്ട് സമ്മതിക്കാൻ കൂട്ടാകാത്ത അമ്മ മകൻ മരിക്കുന്നത് കാണണം. സ്വന്തം മകന്റെ ആഗ്രഹത്തെക്കാളും വലുത് തന്റെ വാശിയാതെ വരുന്ന അമ്മയുടെ മോനായിട്ട് ജീവിക്കുന്നതിലും ഭേദം ചാകുക. എന്താ ഈ കുട്ടി കാണുന്നത്? എന്റെ പൊന്നുപോലെ ഇതിനാണോ നിന്നെ ഞാൻ തറയിലും തലയിലും വെക്കാതെ വളർത്തി? അമ്മ ഇട്ടോ. വാസുവേട്ടൻ എതിർക്കാൻ തന്നെ ഭാവമെന്ന് വക്കേശൻ പറഞ്ഞു. ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം, ഞാൻ എന്ത് ദ്രോഹ വാസുവേട്ട ചെയ്തത്? ഉഷയ്ക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവളെ. പിന്നെ വാസുവേട്ടനില്ല എന്താ? നിന്നെപ്പോലെ ഒരുത്തിനോട് അവളെ പറഞ്ഞയക്കാൻ മനസ്സിലാഞ്ഞു, അത്ര തന്നെ. വാസുവേട്ട, അതേടാ, ആരും കെട്ടാണ്ട് മൂത്ത് നിറച്ച് വീട്ടിലിരുന്നാലും നിന്റെ കൂടെ അവളെ അയക്കാൻ പോണില്ല. അത് ഉഷൂടെ തീരുമാനിക്കണം. നോക്കൂ വാസുവേട്ട, നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒന്നുമില്ലേലും കുറെ കാലം നമ്മൾ നടന്നതല്ലേ. എതിർക്കെന്തെങ്കിലും എതിർത്തോ. എതിർത്താൽ ക്ഷമിച്ചു കൊണ്ടുവരും. അതിര് ഇതൊക്കെ ഓർത്തിട്ടാ. കുടുംബം കലക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല.